പിന്നെ ഒരു കാര്യം കൂടെ, ഇത്ര ധൈര്യത്തിൽ നിങ്ങൾക്ക് പറയാൻ നിങ്ങളല്ലല്ലോ വണ്ടി സഞ്ചരിച്ചേ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോക്കകത്തോട്ട് എല്ലാ ആളുകൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്മിന സക്കീറിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ഓട്ടോകാരനുമായിട്ടുള്ള ഒരു ഇഷ്യൂവിൽ ഫസ്റ്റ് ടൈം നമ്മളാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ ആളുകളിലോട്ടൊന്നും അത് പോയിട്ട് ഇപ്പോഴും അത് 300 വ്യൂസ് കടന്നിട്ടില്ല. അപ്പോൾ അതങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ വീഡിയോ കാണേണ്ടി വരും. അപ്പോൾ ചാനൽ അത് കിടക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴത്തെ കളഞ്ഞിട്ടൊന്നുമില്ല. ഫസ്മിന സക്കീർ ഒരു ഓട്ടോ ഡ്രൈവറുടെ കഞ്ഞുകൂടി മുട്ടിച്ചു. അയാളുടെ ഓട്ടോയിൽ ഇപ്പോൾ ആരും കയറുന്നില്ല. മറ്റൊരു ഷിംജിതി ആയിക്കൊണ്ട് ഫസ്മിന സക്കീർ ഒരു വ്യക്തിയുടെ ജീവിതം തൊലച്ചു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് കണ്ടു. ആദ്യമായിട്ട് ഫസ്മിന സക്കീർ ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഫസ്മിന ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്ത ഒരാളെ പുറത്തോട്ട് കാണിച്ചു കൊടുത്തു എന്ന രീതിയിൽ നമ്മൾ അവിടെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആ വീഡിയോക്കകത്ത് അയാളെ വല്ലാത്ത രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം പുള്ളിക്കാരനെ ഒരു ഫണ്ണി എലമെന്റിൽ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ആ ഒരു ലൈനിൽ ഒരു റോസ്റ്റിംഗ് പോലെ അങ്ങോട്ട് ഒഴിവാക്കി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ട്. പക്ഷെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ അതിൽ കൺവേർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അയാളെ വിമർശിക്കാനോ അയാളുടെ കുടുംബം തലയ്ക്കാനോ എന്ന രീതിയിൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടില്ല. അത് ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അതിന്റെ തംബ്ലൈൻ ഒന്ന് കൊടുക്കാം. ഇതാണ് ചാനൽ കിടപ്പുണ്ട്, കയറി കാണാം. ഇനി ഫസ്മിന സക്കീറിന്റെ ആ ഒരു വീഡിയോയ്ക്ക് പിന്നാലെ പുള്ളിക്കാരന്റെ ഓട്ടോറിക്ഷയിൽ ആരും കയറുന്നില്ല, പുള്ളിക്കാരന്റെ ജീവിതം ഇതായി, ഇപ്പൊ ആരും കയറുന്നില്ല, താൻ ഒരു രോഗിയാണ്, അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പുള്ളിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. അതിന് മുമ്പായിട്ട് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കാം. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്, എന്നാ ചെയ്യണേ? എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണ്. വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്ന് വെച്ചാൽ കൊടുക്കാം. ഈ ഒരു വീഡിയോയിൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരു ചലഞ്ചിങ് പോലെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. താൻ മദ്യപിച്ചു എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി 1 ലക്ഷം രൂപയും കൊടുക്കാം എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ 2 മണിക്കൂർ മുമ്പ് ഈ ഫസ്മിന സക്കീറിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അതൊരു സ്റ്റോറി കാണാനിടയായി. ആൻഡ് ഫൈനലി ലോ പ്രൂവ്ഡ് മീ റൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോട് കൂടി ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കാണാനിടയായി. ഫസ്മിന സക്കീറായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സീസോ കാര്യങ്ങളൊന്നും നിലനിൽക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സാധനമായിരിക്കും പുള്ളിക്കാരി പറയുന്നത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. സാധ്യത മാത്രമാണ്, ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം ലോ പ്രൂവ്ഡ് മീ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ പോലീസ് സ്റ്റേഷൻ ആളുകൾ വിളിപ്പിക്കുകയോ അയാളെയും ഇവരെയും വിളിപ്പിക്കുകയോ സംസാരിക്കുകയോ അയാളുടെ ടെസ്റ്റ് നടത്തുകയോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ പോസിറ്റീവ് ആയിരുന്നിരിക്കണം, അയാൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്ത് എന്ന് സമ്മതിച്ചിരിക്കണം. അങ്ങനെ ഒത്തിരി സാധ്യതകൾ അവിടെ ഉണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഞാനാണ് ശരി എന്ന് നിയമം തെളിയിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സ്റ്റോറി പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം കള്ളങ്ങളൊക്കെ ആർക്കും പറയാൻ വേണ്ടി പറ്റും. ഞാൻ അയാൾ മദ്യപിച്ചിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരുപക്ഷെ ഇങ്ങനെ കഞ്ഞൂടി മുട്ടുമെന്നുള്ളൊരു അവസ്ഥയിലായ സമയത്ത് പുള്ളി ഇങ്ങനെ തന്റെ ഭാഗം ഒന്ന് ക്ലിയറായി സംസാരിക്കുകയും ഏതെങ്കിലും ഒരു നാട്ടുകാരൻ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കാം. ഇപ്പം മദ്യപിക്കുന്ന ഒരാൾ മദ്യപിച്ചിട്ടില്ല എന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആർക്കാണ് പറ്റാത്തത്? മറ്റുള്ളവരുടെ തെറ്റുകൾ ന്യായീകരിച്ചുകൊണ്ട് അവർക്കൊരു ജീവിതം, അവരുടെ ജീവിതം വഴിമുട്ടാതിരിക്കാൻ ഒരു കള്ളല്ലേ, അത് പറയാതിരിക്കാൻ ആർക്കാ പറ്റുക? അപ്പോൾ അവർ വിചാരിക്കും ഈ ഒരു നുണ കൊണ്ട് അയാളുടെ കുടുംബം രക്ഷപ്പെട്ടു പോകണം, അയാളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഇനി നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരു വാക്കാണെങ്കിൽ അത് പറഞ്ഞ് ഇനി തെറ്റുകളൊന്നും ഇല്ലാണ്ട് മുമ്പോട്ട് കുടുംബം പോട്ടെ, അയാളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണെങ്കിലും അയാൾ മദ്യപിച്ചിരുന്നില്ല, അയാൾ മദ്യപാനിയല്ല എന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഒരു സ്റ്റോറിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി ആ വീഡിയോക്കകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. വെള്ളം ഒഴിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്, വെള്ളം ഒഴിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ഈ വീഡിയോക്കകത്ത് മദ്യപിച്ചാണോ താൻ വണ്ടി ഓടിക്കുന്നത് എന്നുള്ള ഫസ്മിനെ ചോദിക്കുമ്പോൾ അതെന്ന് പറയുന്നത് ഈ പുള്ളിക്കാരനാണ്, ഈ ഓട്ടോ ഡ്രൈവറാണ്. ഇത് പുള്ളി അവിടെ അത് പറഞ്ഞതിന്റെ ആവശ്യകത എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി പുള്ളിക്കാരിനെ ആക്കാൻ വേണ്ടി സംസാരിച്ചതാണോ? ഈ ആക്കുക എന്നൊക്കെ പറയല്ലോ, വെറുതെ മദ്യപിച്ചാണോ അതെ അങ്ങനെ പറയുന്നതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ പുള്ളീൻ്റെ ആ ഒരു ഗെറ്റപ്പ്, മുഖത്ത് ആ ഒരു വേർപ്പ്, കണ്ണിൻ്റെ ആ ഒരു ഇടുങ്ങല്, ഫേസിൻ്റെ ഇടുങ്ങല്, ചുമപ്പ്, ആ ഒരു സംസാരത്തിലെ അഴകൊഴ, ഇതെല്ലാം കാണുന്ന സമയത്ത് ആദ്യമായിട്ട് അയാളുടെ ഓട്ടോയിൽ കയറുന്ന ഏതൊരു വ്യക്തിയും കരുതുക അയാളൊരു മദ്യപാനിയാണ്, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. പിന്നെ പോരാത്തിന് മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോധമുള്ള ആരെങ്കിലും പറയാം, അല്ല താൻ എന്താ പറയുന്നത്, നിങ്ങൾക്ക് പറ്റില്ല, ഇറങ്ങട്ടെ എന്ന് ചോദിച്ചാൽ എന്നാൽ പിന്നെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കി വിടണമായിരുന്നു. പക്ഷേ പുള്ളി ഇത് രണ്ടും ചെയ്തില്ല. മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതേന്നും പറഞ്ഞു. ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരെ തിരിച്ചു കയറ്റി അവിടെ കൊണ്ടുവിടാമെന്നും പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ ഫസ്മിന സക്കീർ വന്നിരുന്നിട്ട് പുള്ളി ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയിരുന്നു എന്ന് പറഞ്ഞു. ആദ്യം ആ ഒറ്റനോട്ടത്തിൽ ആ ഒരു വീഡിയോ കണ്ട സമയത്തും പുള്ളിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ഫേസും സംസാരവും കണ്ടപ്പോൾ നമ്മളും കരുതി പുള്ളി അത്യാവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ സാധാരണ കുടിമാരെ തിരിച്ചറിയാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ണൊക്കെ ചോന്നിരുന്നാല്, അഴകുഴയെന്ന് സംസാരിച്ചാൽ, നടക്കുമ്പോൾ ഇളകി കളിച്ചാൽ, പിന്നെ ഫേസൊക്കെ ഇങ്ങനെ ഇടുങ്ങി വല്ലാതെ അങ്ങനെ വേർത്തിരുന്നാൽ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മദ്യപാനികളാണ്, ഇവരൊക്കെ മദ്യപിച്ചാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം സൊസൈറ്റിക്ക് ഉണ്ട്. ആ ഒരു ബോധം വെച്ചിട്ടായിരുന്നിരിക്കണം അയാൾ ഒരു മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചതെന്നുള്ള ഇതിൽ അവർ എത്തിയിട്ടുണ്ടായിരിക്കും. എന്താണെങ്കിലും പുള്ളി മദ്യപിച്ചിട്ടല്ല വണ്ടി ഓടിച്ചതെന്നുണ്ടെങ്കിൽ ഇത് പുള്ളിന്റെ ലൈഫിനെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഏതൊരു മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരാൾക്കും
സ്വയം ഇല്ലാതാക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ഇപ്പൊ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി, നിരപരാധി മാത്രമേ ഈ ലോകത്ത് സൂയിസൈഡ് ചെയ്യുള്ളൂ എന്നുള്ള ഇതൊന്നുമില്ല. തെറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിലും അതിന്റെ മനോവിഷമത്തിൽ ഉണ്ടായ നാണക്കേടിൽ സൂയിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് അയാൾക്കും ഉണ്ട് എന്ന് കരുതിയിട്ട് തെറ്റ് ചെയ്ത ഒരാൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ ശരിയാക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല എന്നുള്ളത് ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്നു. എന്ന് കരുതി ഇയാൾ തെറ്റാ ചെയ്തതെന്ന് നമ്മൾ പറയുന്നില്ല. ഇതിപ്പം നെല്ലേതാ പതിരേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യം കിടക്കുന്നത്. ഫസ്റ്റത്തെ വീഡിയോ കണ്ട സമയത്ത് അയാളെ കോലം കണ്ടപ്പോൾ മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചതെന്നെത്തി നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപദേശിച്ച് സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുത്തു. ശേഷം പുള്ളിക്കാരൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ വന്ന സമയത്ത് അതിലും പുള്ളി ആഴകുഴയെന്ന് പറഞ്ഞ സംസാരം ഫേസിയൽ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അത് പുള്ളീൻ്റെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ശേഷം ഇപ്പുറത്തേക്ക് വരുമ്പോൾ പിന്നെയും ഫസ്മിന സക്കീർ ഞാനാണ് ശരിയെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നുള്ള എവിടെയും തൊടാത്ത ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വന്ന് നിൽക്കുന്നു. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കുമെന്ന് വീണ്ടും ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വീക്ഷണം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് രണ്ടു കൂട്ടരെയും വിമർശിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ ബൈ ചാൻസ് അദ്ദേഹം വണ്ടി ഓടിച്ചത് മദ്യപിക്കാതെയാണ്, ഫസ്മിന സക്കീർ ഈ നമ്പർ പ്ലേറ്റ് അടക്കം കാര്യങ്ങൾ പുറത്തു വിട്ട സമയത്ത് അയാളുടെ ഓട്ടോറിക്ഷയിൽ ആരും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. അത് 200 പേരിലോട്ടാണെങ്കിൽ 200 പേരിലോട്ട് ഞാനും കൂടെ എത്തിച്ചിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും ഒരു പേടി ഉണ്ടാവും. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയുടെ ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ അത് അവരുടെ തന്നെ ജീവൻ ആപത്താണ് എന്നുള്ള ഭയം ഒരുപാട് പേരുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അപ്പം കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് നിയമത്തിൻ്റെതായ വഴിക്ക് പോട്ടെ. മദ്യപിച്ചാണ് അയാൾ വണ്ടി ഓടിച്ചതെന്നുണ്ടെങ്കിൽ ഫസ്മിനയുടെ ഭാഗത്ത് നീതിന്യായം അവിടെ നിൽക്കട്ടെ. ഇനി ഫസ്മിന ചെയ്തതിലാണ് തെറ്റെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നീതിന്യായം നിൽക്കട്ടെ. ഒപ്പം ഈ പുള്ളിക്കാരന്റെ വീഡിയോ കയറിയിട്ട് വല്ലാതെ അങ്ങ് വൈറലായപ്പം ഫസ്മിന സക്കീർ ഒരു ന്യായീകരണ വീഡിയോയും കൊണ്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ, ഇത്ര ധൈര്യത്തിൽ നിങ്ങൾക്ക് പറയാൻ, നിങ്ങളല്ലല്ലോ വണ്ടി സഞ്ചരിച്ച്, നിങ്ങൾക്കറിയാവോ അയാൾ കള്ളു കുടിച്ചോ ഇല്ലയോ എന്ന്? നിങ്ങളല്ലല്ലോ വണ്ടിയിലിരുന്നത്. അപ്പം നിങ്ങൾ ഇത്ര ഉറപ്പിച്ച് അയാൾ കള്ളു കുടിച്ചില്ലെന്ന് പറയാൻ? നാളെ അയാൾ കയറി പിടിച്ചാൽ നിങ്ങൾ പറയുമോ കയറി പിടിച്ചില്ല എന്ന്? നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ കയറി പിടിച്ചില്ല എന്ന് പറയുമോ? ഒരാൾ വന്നിട്ട് കയറി പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ അതും വിശ്വസിക്കുമോ? ഇവിടെ പുള്ളിക്കാരിന്റെ ഒരു പേടി വ്യക്തമാണ്. കാരണം വണ്ടിയിലിരുന്നത് പുള്ളിക്കാരിയാണ്, മദ്യപിച്ചിട്ടില്ല എന്ന് കൂടെ ഇല്ലാത്ത നിങ്ങൾക്കറിയുമോ? പുള്ളിക്കാരൻ പിറ്റേന്ന് വന്ന് ഈ വീഡിയോ ഇത്രയും വൈറലാവുന്ന സമയത്ത് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് അയാളുടെ കുറച്ച് കൂടുതലുള്ള ആൾക്കാരും വന്നിട്ട് അയാൾ മദ്യപാനിയല്ല എന്ന് വന്ന് തുറന്നു പറയുന്നതിന്റെ പശ്ചാത്തലത്തിൽ അയാൾ മദ്യപിച്ചല്ല വണ്ടി ഓടിച്ചത്. അയാളുടെ തൊട്ടടുത്തുനിന്ന് പോലും എക്സ്പീരിയൻസ് ചെയ്യാത്ത നിങ്ങൾ അതങ്ങോട്ട് എഗ്രി ചെയ്യോ എന്നുള്ളതാണ് ഫസ്മിനയുടെ ചോദ്യം. ആ ചോദ്യത്തിനോട് യോജിക്കുന്നു. കാരണം നമ്മൾ ആരും ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ മദ്യപിച്ചിട്ടില്ല എന്ന് പുള്ളീന്റെ സറൗണ്ടിങ്സിൽ അറിയുന്ന ആൾക്കാരും പുള്ളിക്കാരൻ തന്നെയാണ് വന്ന് പറയുന്നത്. അല്ലാതെ പോലീസ് സ്റ്റേഷൻ വഴി ടെസ്റ്റ് എടുത്ത് റിപ്പോർട്ട് വഴിയൊന്നുമല്ല അവർ നമ്മളെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത്. അതിൽ ആ ഓട്ടോയിൽ ഇവർക്ക് സഞ്ചരിക്കാനുണ്ടായ ഒരു ഭയവും അല്ലെങ്കിലും ഒരു പരിചയമില്ലാത്ത ഒരു ഓട്ടോ ഡ്രൈവറുടെ അടുത്ത് വെറുതെ അങ്ങോട്ട് മെക്കിട്ട് കയറി റീച്ച് ഉണ്ടാക്കേണ്ട കാര്യം ഫസ്മിനയ്ക്ക് എന്താണ്? കാരണം ഫസ്മിനയ്ക്ക് ഇപ്പം തന്നെ ആവശ്യത്തിലധികം തൊപ്പിന്റെ കേസിലും ലല്ലുവിന്റെ കേസിലും അല്ലാത്ത കേസിലും അങ്ങനത്തെ കേസിലൊക്കെ ഇഷ്ടം പോലെ റീച്ച് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വിഷയം ചൊറിഞ്ഞു മാന്തി കുത്തിപ്പോക്കി കഴിഞ്ഞാൽ തന്നെ പുള്ളിക്കാരിക്ക് അത്യാവശ്യം റീച്ച് ഇടും. പ്രത്യേകിച്ച് ഇപ്പം ഈ നടക്കുന്നത് തൊപ്പിന്റെ ഇഷ്യൂ റിലേറ്റ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ഫസ്മിനയ്ക്ക് റിവീൽ ചെയ്യാനുണ്ട്. കാരണം കുറച്ചു കാലമെങ്കിലും തൊപ്പിന്റെ ലവറായി നടന്ന ഒരു വ്യക്തിയാണ്. അതിൽ പോലും ഇടപെടാണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ റീച്ച് അല്ല അവിടെ കാര്യം. ആ ഒരു ഫസ്റ്റ് കണ്ട ആ ഒരു വീഡിയോ ക്ലിപ്പിനകത്തും പുള്ളിക്കാരിന്റെ വോയിസിലുണ്ട് ആ ഒരു ഭയം. മദ്യപിച്ചിട്ടാണോ താൻ വണ്ടി ഓടിക്കുന്നത്? ആ ഓട്ടോയിൽ കയറി ഇരിക്കാനുള്ള ഒരു ഭയം, അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ മദ്യപിച്ചിട്ടാണ് എന്ന് കരുതി അയാളോട് കാണിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ആ ഒരു വീഡിയോ എന്ന് വളരെയധികം വ്യക്തമാണ്. ഇപ്പം പുള്ളീന്റെ സംസാരത്തിലും ആ ഒരു നിപ്പിലും ഭാവത്തിലും തോന്നിയ ഒരു തെറ്റിദ്ധാരണയാണ് ഒരുപക്ഷെ ആ ഒരു വീഡിയോ എടുക്കാൻ അവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നിയമപരമായിട്ട് അയാൾ മദ്യപിച്ചിട്ടുണ്ടോ മദ്യപിച്ചിട്ടില്ലേ എന്ന് തെളിയിക്കാൻ സാധിക്കാത്ത പക്ഷം ഇപ്പൊ രണ്ടു കൂട്ടരെയും നമ്മൾ വിശ്വസിക്കുന്നില്ല. പോരെ. സോ ലോങ് സ്റ്റോറി കട്ട് ഷോർട്ട്, ഓട്ടോക്കാരൻ കള്ളു കുടിച്ചാലും ഞാൻ ഇപ്പോഴും അതിൽ തന്നെയാണ് പറയുന്നത്. ഓട്ടോക്കാരൻ കള്ളു കുടിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അല്ലാണ്ട് എനിക്ക് അത്രയും കണ്ടന്റിന് ക്ഷാമമില്ല ഒരാൾ കള്ളു കുടിച്ചെന്ന് പറഞ്ഞ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് നന്നായിട്ടിരിക്കുന്ന ആൾ നാളെ മോശം ആവില്ല എന്ന് നിങ്ങൾക്ക് ആർക്കും ഉറപ്പ് വരാൻ പറ്റത്തൊന്നുമില്ല. ഓക്കെ, ബേസിക്കലി അയാൾ കുടിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അല്ലാണ്ട് എനിക്ക് കണ്ടന്റ് ക്ഷാമം വെച്ചിട്ട് കുടിക്കാത്ത ഒരാൾ, അങ്ങനെ ഞാൻ ഡെയിലി ഓട്ടോയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഓട്ടോയിൽ പോകുന്ന ഒരാൾ അയാളുടെ മാത്രം വീഡിയോ വന്നിടുന്ന ആവശ്യകത എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ സ്റ്റോറി ഇടുന്ന ആൾക്കാർ ബേസിക്കലി ഹക്കീമൊക്കെയാണ്, എൻ്റെ കാസറ്റ് പറയുന്ന ആൾക്കാർക്കാണ് സ്റ്റോറി ഇട്ടേക്കുന്നത്. പൈസ വാങ്ങിച്ച് സെറ്റിൽമെന്റ് ചെയ്യുന്ന നിന്നെ പോലത്തെ ആൾക്കാരൊന്നും എനിക്കൊന്നും പറയാനില്ല. കൺസെന്റ് ഇല്ലാണ്ട് നീ കുറേ പേരുടെ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്, അനുവാദം ഇല്ലാണ്ട് നീ റെക്കോർഡിങ്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പൈസ വാങ്ങിച്ച് നീ കണ്ടന്റ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നിനക്കൊന്നും ഇത് പറയാൻ ഒരു റൈറ്റും ഇല്ല. ഇത് പിന്നെ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞ ഒത്തിരി പേര് ഇത് എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് ഇവരെങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി ലീഗലി മൂവ് ചെയ്യുന്നതായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് സ്റ്റേഷനിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയോ ചെയ്തിട്ട് അവർക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളും കൈമാറുമായിരുന്നെങ്കിൽ കറക്റ്റ് സമയത്ത് തന്നെ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ പോലീസ് എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിച്ച് അത് ആ ലൈനിൽ പൊയ്ക്കോളായിരുന്നു. അപ്പം മദ്യപിച്ചിട്ടില്ല എന്ന് അയാൾ വന്ന് പറയാൻ അയാൾക്ക് സാധിക്കത്തില്ലല്ലോ. പോലീസ് അത് കൈയോടെ പൊക്കി അത് കേസായിട്ട് മുമ്പോട്ട് പോകുമല്ലോ. എന്താണെങ്കിലും നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഫസ്മിന സക്കീർ ഇട്ട ഒരു സ്റ്റോറി ആരും അങ്ങനെ തള്ളി കളയണ്ട. ലോ പ്രൂവ്ഡ് എന്നാണ് പറഞ്ഞത്. നിയമം തെളിയിച്ചു, ഇവരാണ് ശരി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതെന്ത് കാര്യത്തിലാണ് എന്നറിയില്ല. ഇപ്പം ഈ ഒരു വിഷയം കത്തി നിൽക്കുന്നതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നിരിക്കണം എന്ന് മാത്രം നമുക്ക് അനുമാനിക്കാം. ഓട്ടോ ചേട്ടന്റെ ജീവിതം
വഴിമുട്ടാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അയാൾ മദ്യപിച്ചല്ല വണ്ടി ഓടിച്ചെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓട്ടങ്ങൾ ഇനി കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ആൾക്കാരെ സേഫായിട്ട് കൊണ്ടെത്തിക്കാനുള്ള ശ്രദ്ധ അയാൾക്കും കൂടെ ഉണ്ടാവണം. അയാൾ എന്തൊക്കെയോ ഒരു പേഷ്യൻ്റ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടു, ഷുഗർ ഉണ്ടെന്നോ പ്രഷർ ഉണ്ടെന്നോ. അയാളുടെ മകൻ്റെ ഒരു വോയിസ് നോട്ടൊക്കെ കേൾക്കാനിടയിൽ അതൊന്നും നമ്മളിവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നില്ല. എന്താണെങ്കിലും എല്ലാവരും സ്റ്റേ സേഫ്. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.